SYS മാനവസഞ്ചാരം കാസർഗോഡ് നിന്ന് ആരംഭിച്ച് 16ാമത്തെ ദിവസം ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. സമൂഹത്തിൻ്റെ വിവിധ തട്ടുകളിലുള്ള ജനങ്ങളുമായി സംവദിച്ച് ഓരോ ജില്ലകളിലും ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് വിദ്യാലയങ്ങൾ സന്ദർശിച്ച് യുവജന നേതാക്കളെയും സംരംഭകരെയും മാധ്യമപ്രവർത്തകരെയും നേരിട്ട് കാണുകയും പ്രധാന നഗരങ്ങളിൽ സൗഹൃദയാത്ര എന്ന് പറയുന്ന വളരെ ഹൃദ്യമായ ഒരു അനുഭവം, സൗഹൃദ നടത്തത്തിൽ മതസൗഹാർദ്ദത്തിൻ്റെയും മാനവിക ഐക്യത്തിൻ്റെയും സ്നേഹ സന്ദേശം അറിയിച്ചുകൊണ്ടുള്ള അനുഭവങ്ങളുമായാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഈ മാനവസഞ്ചാരം സമാപിക്കുന്നത്. വിവിധ മതനേതാക്കളും കക്ഷി രാഷ്ട്രീയ നേതാക്കളും മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള ആളുകളും എല്ലാം ചേർന്നുകൊണ്ടുള്ള സൗഹൃദ നടത്തമാണ് ഈ സഞ്ചാരത്തിനിടയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ഞങ്ങൾ അഭിമുഖീകരിച്ച എല്ലാ വ്യക്തികളും സമൂഹവും മാനവ സൗഹാർദ്ദം എന്ന ആശയത്തെ ഊന്നിപ്പറയുന്നവരും അതിനോട് വളരെയേറെ അനുകൂലമായ അഭിപ്രായങ്ങൾ പറയുകയും അനുഭവം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഇവിടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ റിലീസിൽ വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഭരണഘടനയുടെ 75ാം ദ ഡേ ഓഫ് അഡോപ്ഷൻ ഡേ കഴിഞ്ഞതിൻ്റെ തലേ ദിവസമാണ് ഒരു അസമാധാനത്തിൻ്റെ പുതിയ വാർത്ത കൂടെ ഉത്തരേന്ത്യയിൽ നിന്ന് ഉയർന്നു വന്നത്. യഥാർത്ഥത്തിൽ ആരാധനാലയ സംരക്ഷണ നിയമം വെച്ച് 1991 നിയമം അടിസ്ഥാനമാക്കി സ്റ്റാറ്റസ് കോ നിലനിർത്തണം, ഇനിയൊരിക്കലും ആരാധനാലയങ്ങളെക്കുറിച്ചൊരു പുതിയ തർക്കം ഉണ്ടാകരുത് എന്ന് ഇന്ത്യൻ പാർലമെൻ്റ് എടുത്ത ഒരു നിയമത്തെ നടപ്പിലാക്കാത്തതിൻ്റെ ഒരു കാരണം കൊണ്ട് മാത്രമാണ് 5 പേരുടെ ജീവൻ പോയിട്ടുള്ളത്. അതുകൊണ്ട് ഭരണഘടനാ സംരക്ഷണത്തിനും രാജ്യത്തിൻ്റെ സമാധാനം നിലനിർത്തുന്നതിനും നിങ്ങളെല്ലാവരും ഉത്സാഹിക്കുകയും അതിനുവേണ്ടി ഈ ചർച്ചയെ നന്നായി കൊണ്ടുവരികയും ഈ ആരാധനാലയ സംരക്ഷണ നിയമം ഭേദഗതി നിയമം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നിലനിർത്താൻ വേണ്ടിയുള്ള ഉത്സാഹം ഉണ്ടാകണം എന്നുകൂടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ അതിനനുസരിച്ച് സംസാരിക്കാം. മതകാര്യങ്ങളിൽ രാഷ്ട്രീയ ഇടപെടൽ, അതുപോലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ മതത്തിന്റെ ഇടപെടൽ, ഇത് പൊതുവെ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നതാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കാണുന്നു. അക്കാര്യത്തിൽ എന്താണ് ഒരു കൃത്യമായ നിലപാട് പറഞ്ഞാൽ? രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുക എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഏത് മതത്തിൻ്റെ ആളുകളായാലും ഇന്ത്യൻ പൗരൻ എന്ന നിലക്കുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടതാണ്. അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാകരുത്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും രാഷ്ട്രീയം മതവിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യുക എന്നത് പലപ്പോഴും അനാവശ്യമായ ചർച്ചകൾക്കും വാഗ്വാദങ്ങൾക്കും അതിലപ്പുറം പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നുണ്ട്. അതുണ്ടാവരുത് എന്ന് തന്നെയാണ് നമ്മുടെ നിലപാട്.
ഞങ്ങൾ ജനങ്ങളെ അഭിമുഖീകരിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങളെ ക്രോഡീകരിച്ച് ആശയങ്ങളായി രൂപപ്പെടുത്തി സംഘടനയുടെ പദ്ധതികളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ കാണുകയും അവർക്ക് സമർപ്പിക്കുകയും ചെയ്യും. മറ്റൊന്ന് പ്രധാനമായി വന്നത് ഇതര സംഘടനകളുമായി കൂടിച്ചേർന്നുകൊണ്ട് സംയുക്തമായി നടപ്പിലാക്കേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ചകൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചും SYS വളരെ കാര്യഗൗരവത്തോടുകൂടി ചിന്തിക്കും. ഈ മാനവൈക്യം ആണല്ലോ പ്രധാനമായും അങ്ങയുടെ യാത്രയുടെ ലക്ഷ്യം. ഈ സുന്നി ഐക്യം എന്നുള്ളത് കുറെ കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന സാധനം. അതിലെന്താണ് അങ്ങയുടെ നിലപാട്? അതിലെന്തെങ്കിലും സ്റ്റെപ്സ് മുന്നോട്ട് പോയി? മാനവൈക്യത്തിൻ്റെ ഭാഗം തന്നെയാണ് സുന്നി ഐക്യം. സുന്നികൾ ഇന്ന് മാനസികമായ ഐക്യത്തിലാണുള്ളത്. തമ്മിൽ സംഘർഷങ്ങളൊന്നുമില്ല. ഒരേ ആശയം നടപ്പിലാക്കുന്നതിന് വേണ്ടി നയപരമായ ചില വ്യത്യാസങ്ങളോടുകൂടി കാര്യങ്ങൾ നടക്കുന്നു എന്നതാണ്. അതൊരു സമ്പൂർണ്ണമായ ഐക്യത്തിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ ഉണ്ട്. അത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിന് അല്ല, അങ്ങനെ ആരെങ്കിലും പ്രത്യേകമായി ഒരു വിഭാഗത്തെ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അത് സമയമാകുമ്പോൾ ഐക്യപ്പെടും. ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് വലിയ തരത്തിലുള്ള ഒരു ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് കുറച്ചായി. അപ്പം അതൊരു സമവായത്തിന്റെ പാതയിലൂടെ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു ഇടപെടൽ അവിടെ ഉണ്ടാവും? വഖഫ് ബോർഡ് രൂപീകരിക്കുന്നതിനെ പറ്റിയോ? വഖഫ് ബോർഡ് ഈ വഖഫ് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളായി താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിക്കൊടുക്കാനായി വഖഫ് ബോർഡിന്റെ നോട്ടീസ് കിട്ടിയ നിരവധി ആളുകളുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് വൈകിട്ടൊരു പ്രതിഷേധ പ്രകടനം നടക്കുകയാണ് ഈ മുൻപത്തെ പ്രതിഷേധത്തിന്റെ ഭാഗമായി. ഓക്കെ, അത് ലാൻഡുകളിലുള്ള വിവിധ ആളുകളുടെ അല്ലെങ്കിൽ സംഘടനകളുടെയോ അല്ലെങ്കിൽ പൊതു സ്വത്തിലോ ഇല്ല ഇല്ലീഗൽ ഓക്യുപ്പൻസ് ഓർ എൻക്രോച്ച്മെന്റ്, അതിനെക്കുറിച്ചുള്ള കേസുകൾ കോടതിയിൽ നടക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസം എറണാകുളത്ത് ദേവസ്വം ബോർഡിൻ്റെ ലാൻഡിൽ അങ്ങനെ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെ അതിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി കോടതി പറഞ്ഞതായിട്ട് കണ്ടു. അതുപോലെ തന്നെയുള്ളൊരു ലാൻഡാണ് വഖഫ് ലാൻഡ് എന്ന് പറയുന്നത്. വഖഫ് ലാൻഡ് അള്ളാഹുവിന് വേണ്ടി ഒരാൾ അദ്ദേഹത്തിൻ്റെ അധികാരത്തിലുള്ള സമ്പത്ത് ദാനം ചെയ്യുന്നതാണ്. എൻ്റെ ഉടമസ്ഥയിലുള്ളത് മാത്രമേ എനിക്ക് വഖഫാക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ വഖഫ് ചെയ്ത സ്വത്ത് അതെന്തിനാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ പറയും. ആ പറഞ്ഞ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കണം. അതാരാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വഖഫ് ചെയ്യുന്ന ആൾ പറയും. ചിലപ്പോൾ ജീവിതകാലത്ത് ഞാൻ തന്നെ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ മക്കൾ ചെയ്യും, അല്ലെങ്കിൽ ഇന്ന ക്വാളിറ്റിയുള്ള ആളുകളുടെ കമ്മിറ്റി നടത്തും എന്ന് പറയും. അപ്പോൾ അത് അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. അതിലെന്താണ് തർക്കം നിലനിൽക്കുന്നത്? വാങ്ങുന്നൊരു സമ്പ്രദായം വഖഫിന്റെ വിഷയത്തിൽ ഉണ്ടാകൂല. വഖഫ് ഭൂമി വിൽപ്പന നടക്കുകയില്ല. ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം അത് നടക്കൂല. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിരിക്കും. ഈ പറയുന്നത് മുനമ്പം വിഷയത്തെ കുറിച്ചാണ് അല്ലേ? അത് ഫാറൂഖ് കോളേജിൻ്റെ പേരിൽ വഖഫ് ചെയ്തതാണ് എന്നാണ് പത്രത്തിലും മറ്റുമുള്ള പ്രചാരണങ്ങളിൽ നിന്നും ചർച്ചകളിൽ നിന്നും നമുക്കറിയാൻ കഴിയുന്നത്. ഞങ്ങളതിൻ്റെ ഒറിജിനൽ രേഖ കൃത്യമായി പരിശോധിച്ചിട്ടില്ല. വഖഫ് ആരെയാണോ നോക്കാൻ ഏൽപ്പിച്ചത്, എന്തിനു വേണ്ടിയാണോ ചെയ്തിരിക്കുന്നത്, അതേ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കണം എന്നതാണ് നിയമം. അപ്പോൾ ആരെങ്കിലും വഖഫായ ഭൂമി വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ആ ഭൂമി വഖഫാണെങ്കിലും അവർക്കത് വിൽക്കാനുള്ള അധികാരമില്ലെങ്കിലും വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കൃത്യമായൊരു വിവരം പുറത്തു വരുമെന്നാണ് നമ്മൾ ആ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നത്. സർക്കാർ അതിൽ ഈ ആരെയും കുടിയിറക്കില്ല എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി തന്നെ അത് പറയുകയും ചെയ്തു. അപ്പം ഇത് രണ്ടും എങ്ങനെയാണ് ഒരു പരസ്പര വിരുദ്ധമാകില്ലേ?
അല്ല, ഇവിടെ സർക്കാർ ഭൂമികളിലും പുറമ്പോക്ക് ഭൂമികളിലും മറ്റും പല സ്ഥലത്തും കയറിക്കൂടിയ ആളുകളെ കൂടിയിറക്കുന്ന നിലപാടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്, പാവപ്പെട്ട ആളുകളെ ദുരിതത്തിലാഴ്ത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകരുത്. എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ആരുടെയും അവകാശങ്ങൾ ഹനിച്ചുകൊണ്ടാകരുത്. ഈ ലഹരി പോലത്തെ കാര്യങ്ങളിൽ യുവജന കൂട്ടായ്മ വേണമെന്നാണ് മിക്ക ജില്ലകളിലും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് എസ് പി എസ് നേതൃത്വം കൊടുത്തു. എല്ലാ യുവജന പ്രസ്ഥാനങ്ങളും ഈ ഒരു ആശയത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ അത്തരം ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ലഹരിയുടെ വിപണനം തടയണമെന്നുള്ള അഭിപ്രായം പൂർണ്ണമായും വിപണനം തടയുകയാണ് അതില്ലാതാക്കാനുള്ള മാർഗം. അതെല്ലാവരും കൂടെ ചേർന്നാൽ സാധിക്കുന്ന കാര്യം തന്നെയാണ്. ഈ യാത്രയിലെ വിവരങ്ങൾ റിപ്പോർട്ടുകൾ ഇതൊക്കെയായി സർക്കാരിനെയോ മുഖ്യമന്ത്രിയോ മറ്റോ കാണുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണും. അതുപോലെ യാത്രയിൽ നിന്ന് സ്വരൂപിച്ചിട്ടുള്ള ആശയങ്ങളെ കൃത്യമായ ഒരു പദ്ധതിയായി രൂപപ്പെടുത്തിക്കൊണ്ട് എല്ലാ നിലക്കും അവ പ്രയോഗതലത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അതിനുവേണ്ടി ശ്രമം നടത്തും.